മലയാളിക്ക് സുപരിചിതനായ വ്യവസായിയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ. ഏതാനും നാളുകൾക്ക് മുൻപാണ് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിൻ്റെ വധശിക്ഷ ഒഴിവാക്കാൻ ബോച്ചെ ഒരു യാചക യാത്ര നടത്തി ജനശ്രദ്ധ നേടിയത്. ഇപ്പോൾ ഇതാ വീണ്ടും ബോച്ചെ വാർത്തകളിൽ നിറയുകയാണ്. കേരള ലോട്ടറി വകുപ്പിന്റെ നിർദ്ദേശാനുസരണം കേരള പോലീസ് ബോച്ചയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ബോച്ചെ ടി ലക്കി ഡ്രോ എന്ന പേരിൽ കേരള സംസ്ഥാന ലോട്ടറിക്ക് സമാന്തരമായി ലോട്ടറി നടത്തിയെന്നാണ് കേസ്. ലോട്ടറി വകുപ്പിന്റെ നിർദ്ദേശാനുസരണം പോലീസ് തനിക്കെതിരെ കേസെടുത്തതിൽ ഇപ്പോൾ വിശദീകരണവുമായി വ്യവസായി ബോബി ചെമ്മണ്ണൂർ രംഗത്ത് വന്നിരിക്കുകയാണ്. ബോച്ചെ ടി ലക്കി ഡ്രോ ലോട്ടറി അല്ലെന്ന് ബോച്ചെ വ്യക്തമാക്കി. ബോച്ചെ ടിയുടെ പ്രമോഷന്റെ ഭാഗമായാണ് ലക്കി ഡ്രോയിലൂടെ ആളുകൾക്ക് സമ്മാനങ്ങൾ നൽകുന്നതെന്നും ഇത് ലോട്ടറി അല്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇത് സംബന്ധിച്ച കോടതിയിൽ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്ന് ബോച്ചെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 100 ഗ്രാമിന്റെ പാക്കറ്റ് ചായപ്പൊടിക്കാണ് 40 രൂപ ഈടാക്കുന്നത്. പ്രമോഷന്റെ ഭാഗമായാണ് കൂടെ ലക്കി ഡ്രോ കൂപ്പൺ നൽകുന്നത്. അമിത വില ഈടാക്കുന്നുവെന്ന പരാതിയിലും വസ്തുതയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ബമ്പർ ലോട്ടറി നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും തേയില കച്ചവടമാണ് ഉദ്ദേശമെന്നും ബോച്ചെ ടി വിൽപ്പനയെ തുടർന്ന് കേരള സംസ്ഥാന ലോട്ടറിയുടെ ടിക്കറ്റ് വിൽപ്പന കുറഞ്ഞു എന്ന ആരോപണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്നും ബോച്ചെ വ്യക്തമാക്കി. കേരള സംസ്ഥാന ലോട്ടറി വിൽപ്പന ഇടിഞ്ഞുവെന്ന് ആരോപിച്ചാണ് വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ബോച്ചെ ടിക്കൊപ്പം ദിവസവും 10 ലക്ഷം രൂപയുടെ ലക്കി ഡ്രോ നടത്തിയെന്നതിനാണ് കേസെടുത്തിരിക്കുന്നത്. വയനാട് ജില്ലാ അസിസ്റ്റന്റ് ലോട്ടറി ഓഫീസറുടെ പരാതിയിൽ മേപ്പാടി പോലീസാണ് ബോച്ചയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബോച്ചെ ഭൂമിപത്ര എന്ന സ്വകാര്യ കമ്പനിയുടെ മറവിൽ ചായപ്പൊടി വിൽപ്പനയും പ്രൊമോഷൻ എന്ന പേരിൽ ചായപ്പൊടി പാക്കറ്റിന്റെ ഒപ്പം ലോട്ടറി ടിക്കറ്റും വിൽക്കുന്നുവെന്നാണ് സർക്കാർ വകുപ്പ് ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ ലോട്ടറി വകുപ്പും ബോച്ചയും തമ്മിൽ ഒരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. ബോച്ചെ പറയുന്നത് എല്ലാം ഞാൻ കോടതിയിൽ പറഞ്ഞുകൊള്ളാം, താൻ നടത്തുന്നത് തേയില കച്ചവടം മാത്രമാണ് എന്നും കൂടെ ലക്കി ഡ്രോ മാത്രമാണ് നടത്തുന്നത് എന്നുമാണ്. പക്ഷേ ലോട്ടറി വകുപ്പ് പറയുന്നത് ബോച്ചെ അമിത നിരക്ക് ഈടാക്കി ഒരു ലോട്ടറി സംവിധാനം തന്നെ കേരള സംസ്ഥാന ലോട്ടറിക്ക് സമാന്തരമായി നടത്തുന്നുവെന്നാണ്. ബോച്ചെ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിട്ടുണ്ടെങ്കിലും പോലീസ് ഇപ്പോൾ ലോട്ടറി വകുപ്പിന്റെ നിർദ്ദേശാനുസരണം കേസെടുത്തിരിക്കുകയാണ്. എന്തായാലും ബോച്ചെ വീണ്ടും മാധ്യമങ്ങളിൽ നിറയുമ്പോൾ ബോച്ചയുടെ ആരാധകർ ബോച്ചയ്ക്ക് പിന്തുണയുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്.